ഗൈസ് ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പോസ്റ്റ്മോർട്ടം പോസ്റ്റിങ്ങിന് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വ്ളോഗും കാര്യങ്ങളായിരിക്കും ഇന്ന്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് എറണാകുളത്തുള്ള ജനറൽ ഹോസ്പിറ്റലാണ്. അവിടെയാണ് നമ്മുടെ പോസ്റ്റിംഗ് ഉള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ സമയം ഏകദേശം 6 നമ്മൾ കോളേജിൽ നിന്ന് ഇറങ്ങുക. ഇനി ഇവിടുന്ന് ബസ്സൊക്കെ എടുത്ത് വേണം നമുക്ക് പോകാൻ. അപ്പോൾ പോകുന്ന വഴിയും ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ എറണാകുളം ബസ്സിലുള്ളത്. ഇത് നമ്മൾ കച്ചേരിപ്പടി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നമ്മൾ ജനറൽ ഹോസ്പിറ്റലിൽ പോകും. ഇപ്പോൾ നമ്മൾ 7:45 കഴിഞ്ഞപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ അവിടെ എത്തി. പക്ഷെ നമുക്ക് ഫുഡ് കഴിക്കണം. അങ്ങനെയുള്ളതുകൊണ്ട് നമ്മൾ ഇപ്പം നേരെ ഉപഹാര റെസ്റ്റോറൻറ്റിൽ പോവുകയാണ്. ഓക്കെ, ഇനി അവിടെ പക്ഷെ 8 മണിക്ക് തുറക്കുന്ന കണ്ടേ, എന്താവെന്ന് അറിയില്ല. അപ്പം ഇനി ഞങ്ങൾ നേരെ അങ്ങോട്ട് പോവുക. ഇപ്പം നമ്മൾ ഉപഹാരയിൽ വന്നു. ഇപ്പം തുറന്നിട്ടേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ തുറന്നിട്ടേ ഉള്ളൂ. സോ ദിസ് 10 മിനിറ്റോളം എടുക്കുന്ന. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇവിടെ ഇങ്ങനെ വഴി കൂടെ പോകുന്ന ആൾക്കാരെയൊക്കെ നോക്കി നല്ല വ്യൂ ഫുഡ് കഴിക്കണം. അത് നമ്മൾ ഫുഡ് കഴിച്ചിട്ടല്ലേ പറയണ്ടേ? നല്ല ആംബിയൻസ് ഇല്ലേ? ആംബിയൻസ് നല്ല അങ്ങനെ കുറച്ച് നേരം കാത്തിരുന്ന് നമ്മുടെ ഫുഡൊക്കെ ഇപ്പം എത്തിയിട്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൊടി ഇഡ്ഡലി മിനി ആശ തന്നെയാണ് പറഞ്ഞത്. ശ്രീയുടെ പൊടി ദോശ നല്ലതായിരുന്നു. നന്ദയുടെ മസാല ദോശ, പൊടിയും മസാല ദോശ ഇല്ലേ, അതും നന്നായി. ഫുഡൊക്കെ നല്ലതാണ്. സൂപ്പർ. ഇത് കഴിച്ചു നോക്കിയിട്ടില്ല. എല്ലാം കൂടി കൊള്ളാല്ലേ, ചട്നി എല്ലാം കൂടി. ഇനി വേണം ഇഡ്ഡലി. ഓക്കെ, അങ്ങനെ ഫൈനലി നമ്മുടെ കോഫി എത്തി. നല്ല കോഫി, ഫിൽറ്റർ കോഫി. അങ്ങനെ കോഫിയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഡയാലിസിസ് ബ്ലോക്കിൻ്റെ ഓപ്പോസിറ്റ് ആയിരുന്നു മോർച്ചറി. അപ്പം കുറച്ച് നേരം ഞങ്ങൾ അവിടെ പോയിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മാമൊക്കെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇതാട്ടോ ഞങ്ങളുടെ വെയിറ്റിംഗ് റൂമായിരുന്നത്. അപ്പം മാം വന്നു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കേസ് കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഒരു കൊലാപ്സ് ആയ ഒരു സ്പോട്ട് ഡെത്ത് കേസായിരുന്നു. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മുടെ ഫസ്റ്റ് റൗണ്ട് ഓഫ് കേസ് കഴിഞ്ഞു. ആകെ ഒരു കേസ് ഉണ്ടായിരുന്നുള്ളൂ രാവിലെ. അതെ, അപ്പോഴത്തേക്കും നമ്മളിപ്പം ലഞ്ച് ബ്രേക്കിന് വേണ്ടി ഞങ്ങൾ വിട്ടു. എന്നിട്ട് നമ്മളിപ്പോൾ ഒരു ഷേക്ക് കുടിക്കാൻ വേണ്ടി വന്നു. ഞങ്ങൾ എല്ലാവരും ഉണ്ട്. ജി ആർഷ, നന്ദ. അപ്പം ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്തെങ്കിലും കുടിക്കണം, എന്നിട്ട് നമുക്ക് തിരിച്ചു പോകണം. അത് കഴിഞ്ഞിട്ട് വേറെ 2 കേസ് ഉണ്ടെന്ന് തോന്നുന്നത്. അപ്പോൾ അതൊക്കെ കാണണം. കേസ് എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ദേവിക്കോ? ഇല്ലേ, വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ. നന്ദിക്ക് എന്താ പറയാനല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആ കട്ടിങ് ചെയ്തൊക്കെ കണ്ടപ്പോൾ ഭയങ്കര. ഞങ്ങൾക്ക് സാധാരണ അനാറ്റമി പഠിക്കുന്ന ടൈമിൽ നമുക്ക് എന്താ പറയുക, ലൈക്ക് ബോഡി കഡാവറിലും ലൈക്ക് ഓൾറെഡി പ്രിസർവ്ഡ് ആയിട്ടുള്ള സാധനങ്ങളായിരിക്കില്ലേ നമ്മൾ കാണാം. പക്ഷേ ഇപ്പോൾ ഇറ്റ്സ് ലൈക്ക് നമുക്ക് റിയൽ ആയിട്ടുള്ള ബ്ലഡൊക്കെ ഇങ്ങനെ പോകുന്ന ബ്ലഡ് കൂളിംഗ് ഒക്കെ കണ്ടു. അപ്പോൾ അതിലേക്കൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇഷ്ടമായി, നല്ലതായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത 2 കേസ് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ജ്യൂസൊക്കെ കുടിച്ചിട്ട് പോകാം. ഓക്കെ, അപ്പം ഇപ്പം നമ്മുടെ പോസ്റ്റിംഗ് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി 4 മണി കഴിഞ്ഞിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് നേരം സുഭാഷ് പാർക്കിൽ പോകാമെന്ന് വെച്ചു. അതിന് ഫുഡ് കഴിക്കണം. അധികം വൈകിട്ട് ഞങ്ങൾ എംബാമിങ് കണ്ടിട്ടുണ്ടായിരുന്നു. 2 കേസ് ഉച്ചയ്ക്ക് ശേഷം അതുണ്ടായിരുന്നു മെയിൻലി. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സമാധാനമായിട്ട് സാവകാശത്തോടെ എവിടെയെങ്കിലും പോയിട്ട് പറയാം. നേരത്തെ ഞാൻ എംബാമിങ്ങിനെ പറ്റി പറയാമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ എംബാമിംഗ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു മെത്തേഡാട്ടോ നമ്മുടെ ഡെഡ് ബോഡീനെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ മെഡിക്കൽ കോളേജിൽ അനാറ്റമി പഠിക്കാനും മറ്റും കാര്യങ്ങൾക്കായിട്ട് നമ്മൾ കെഡാവറിനെ കൊടുക്കുമ്പോൾ അത് പ്രിസർവ് ചെയ്തിട്ടാണ് കൊടുക്കുക. അപ്പോൾ അത് ചെയ്യുന്ന പ്രോസസ്സിനാട്ടോ നമ്മൾ എംബാമിംഗ് എന്ന് പറയുക.
പിന്നെ സുഭാഷ് പാർക്കിൽ പോയിരിക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ. എന്താണെന്നൊന്നും അറിയില്ല, പക്ഷെ അവിടെ ഇരിക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇപ്പം വെയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അധികം നേരം സുഭാഷ് പാർക്കിൽ നിന്നില്ല. അതെ, നല്ല വെയിലായിരുന്നു, ഭയങ്കര വെയിൽ. ടാൻ അടിച്ചു ഒബ്വിയസ്ലി. സൂര്യൻ്റെ മുന്നിൽ പോയി നിന്ന് ഫോട്ടോ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ വരുമല്ലോ. ഇനി നമ്മൾ വിചാരിക്കുക ലൈക്ക് എന്തെങ്കിലും പോയി ഫുഡ് കഴിക്കണം. എന്തെങ്കിലും പോയി ഫുഡ് കഴിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് നമ്മൾ മെട്രോ എടുത്ത് പോകാൻ. അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെ ഇഫ്താർ ഉണ്ടല്ലോ, മഹാരാജാസിൻ്റെ അവിടെ, മെട്രോയുടെ അടുത്ത് തന്നെ. അപ്പോൾ ഇഫ്താറിൽ പോയി ഫുഡ് കഴിക്കാൻ വെച്ചു. എന്നിട്ട് നമ്മൾ തിരിച്ചു പോവുക കോളേജിലേക്ക്. അതെ, ഇപ്പം സമയം 8 മണിയായി. ഇപ്പം നമ്മളിനി ഹോസ്റ്റലിൽ പോവുക. അപ്പം പോസ്റ്റിംഗ് ഒക്കെ ഇന്നത്തെ അത്യാവശ്യം നല്ലതായിരുന്നു. ഒരു കൊലാബ്സ്ഡായ കേസും കിട്ടി, 2 എംബാമിങ് കിട്ടി. പിന്നെ അതിൽ നമ്മൾ സുഭാഷ് പാർക്ക് പോയി, പിന്നെ ഫുഡ് കഴിച്ചു, മെട്രോ കയറി. പക്ഷെ കുറച്ച് ക്ലിപ്സൊക്കെ മിസ്സിങ് ആണ്. ചെയ്യാം, മൊത്തത്തിൽ ഒരു നല്ല ഡേ ആയിരുന്നു. പക്ഷെ അത്യാവശ്യം ഒരു 12 to 14 hours മൊത്തം ഇങ്ങനെ കണ്ടിന്യൂസ് ട്രാവൽ ആയതുകൊണ്ട് അത്യാവശ്യം എക്സോസ്റ്റഡാണ്. ബട്ട് ദെൻ സ്റ്റിൽ ഇറ്റ് വാസ് ഗുഡ്. എൻജോയ് ചെയ്തു. ഇനി ഇതേപോലത്തെ കോളേജ് റിലേറ്റഡ്, ലൈഫ് റിലേറ്റഡ് സംഭവങ്ങളൊക്കെ കാണാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.